കുട്ടികൾ ആകുമ്പോഴും ഞാൻ ആഗ്രഹിച്ചൊരു സംഗതി, എവിടെയോ വികൃതി കാണിക്കുന്ന, കുസൃതി കാണിക്കുന്ന ആൺകുട്ടി എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടാവും. ആ ആള് വരുമ്പോ ആൺകുട്ടികളില്ലാത്ത ഞങ്ങളുടെ നഷ്ടം നികത്തപ്പെടും എന്നുകൂടി അറിയാം. അങ്ങനെ ഒരാളെ കൂടി ശ്വേത സെലക്ട് ചെയ്തു എന്നുള്ളത് കൂടിയാണ് ഈ നിമിഷത്തിൽ അറിയിക്കാനുള്ളത്. അത് നന്ദുവാണ്. താങ്ക്സ് ടു ബംബു. കാരണം അവിടുന്നാണ് ഈ ഡെസ്റ്റിനി വിധിയുടെ വിളയാട്ടം. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞങ്ങളൊപ്പം വേറെ ആളുകളുണ്ട്, അവരും അതായത് കൃഷ്ണ ഹസ്ബൻഡാണിത്, ഷനു. അവർക്ക് ഒട്ടും വരാൻ പറ്റില്ലായിരുന്നു. വളരെ റിസ്ക് എടുത്ത് ഓൺ ജോബ് ഒരു റിസ്ക് ചെയ്തിട്ടാണ് അവർ ഇന്നിപ്പോൾ പ്ലാറ്റ്ഫോമിൽ വന്നേക്കണേ. അത് അവർക്ക് എല്ലാവരും കൂടി നല്ലൊരു കൈ കൊടുക്കട്ടെ. സൂപ്പർ. I still remember how we shared your story, the beginning of your chapter by drinking a milkshake, and today here we are witnessing you get married to the love of your life. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നീ ഭയങ്കര മാന്യനായിരുന്നു. അതായത് വാട്സാപ്പ് നമ്പർ ചോദിച്ചില്ല, ഇൻസ്റ്റ ഐഡി ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. May your love, grow stronger, like the love that you have decided to make it into marriage. May it grow stronger with every passing year. We love you, Shweta. Yeah, we love you. Jai Nandu. When you found like, okay, this is the right person, but I think this is the right time. ഇനിയും വെയിറ്റ് ചെയ്ത് നമ്മുടെ നല്ല ടൈം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു 12 hours ഡേറ്റ് വരിക അല്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ എനിക്ക് അവിടെ നിന്ന് കുറെ സയൻസ് കിട്ടിയായിരുന്നു. അതായത് റെയിൻബോ കണ്ടു, മഴ കണ്ടു, ഭയങ്കര വെയിലുണ്ടായിരുന്നു. അപ്പൊ എല്ലാ കാലാവസ്ഥയും ഒരുമിച്ച് വന്ന സമയത്ത് എന്തൊക്കെയോ ഒരു സയൻസ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് പറഞ്ഞത് ഐ തിങ്ക് ഐ ഹാവ് ഫൗണ്ട് ദ റൈറ്റ് വൺ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ കൂട്ടത്തിനെ വിളിച്ചത് ഞാൻ പെട്ടെന്ന് തോന്നണം. എനിക്ക് അത്രയും നാൾ അവർ നോക്കുമ്പോൾ ഇങ്ങനെ ജോളിയായിട്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സീരിയസ് റിലേഷൻഷിപ്പോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരുടെ അടുത്തും കമ്പനിയാണ്, നമ്മളെല്ലാവരുടെ അടുത്തും ജോളിയായിട്ട് നടക്കുന്നു. പക്ഷേ അന്നത്തെ ഇത് ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഫാമിലീസ് ആദ്യമായിട്ട് മീറ്റ് ചെയ്തതും ഭയങ്കര രസമായിരുന്നു. എസ്പെഷ്യലി അച്ഛൻ നിന്നെ ഹഗ് ചെയ്തിട്ട് വെൽക്കം ടു ദ ഫാമിലി അങ്ങനെയല്ല. അതായത് അച്ഛൻ പറഞ്ഞു, ഇതുവരെ എനിക്ക് 2 പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്, ഇനി ഒരു മോനും കൂടെ വന്നു, സോ വെൽക്കം ടു ദ ഫാമിലി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിന്നെ കെട്ടിപ്പിടിച്ചതും അമ്മ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും ഒക്കെ ഭയങ്കര ഒരു ഇമോഷണൽ. ഇപ്പോഴും എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ശ്വേത പഠിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സ്കൂൾ ലൈബ്രറികളിലേക്ക് പുസ്തകങ്ങൾ കൈമാറുന്ന ചടങ്ങ്. അവളുടെ ഈ ഒരു വൈബ് അല്ലെങ്കിൽ അവളുടെ ഈ ഒരു എനർജി അവർ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ജീവിക്കട്ടെ. ലവ് യു ശ്വേത. ലവ് യു.